ഹായ് ഗായ്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലേണിംഗ് ഫേസസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിട്ടില്ല എന്താ വെച്ചാൽ നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഹൗ ടു ഫ്രാക്ഷൻ. അതായത് നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അഥവാ ഞാനിവിടെ എഴുതുകയാണ് ലെസ്റ്റ് ഭിന്നസംഖ്യ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് എന്ത് പറയും? അത് ഫ്രാക്ഷൻ എന്നാണ് അറിയാം. ഫ്രാക്ഷൻ എന്നറിയപ്പെടും. ഫ്രാക്ഷൻ എങ്ങനെയാണടാ ഫ്രാക്ഷൻ നമ്മൾ ചെയ്യുക? ഫ്രാക്ഷനിൽ നിന്നും വരുന്ന അഡീഷൻ അഥവാ ഫ്രാക്ഷൻ തമ്മിൽ എങ്ങനെ കൂട്ടാം എന്നാണ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ ഇതിന്റെ 15-ാം തീയതി ലൈവ് കഴിഞ്ഞ് അവിടെ ഞാൻ പറയുന്നുണ്ട്. അവിടെ ഈ ക്ലാസ് അല്ല, അത് കഴിഞ്ഞിട്ട് ഡ്രാഗൺ സീരീസ് നമ്മൾ അപ്കമിംഗ് ആണ്. വാട്ട് ഇസ് എ ഡ്രാഗൺ സീരീസ്? അത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടക്കാം. ഇത് ഡ്രാഗൺ സീരീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇളകും. അത് എന്താ വെച്ചാൽ ക്യാമറ ജസ്റ്റ് ഒന്ന് ഷേക്ക് ആണെന്നാണ്. ഓക്കെ, ഡ്രാഗൺ സീരീസ് എന്ന് സോറിടാ ഡ്രാഗൺ സീരീസ്. ഓക്കെ, എന്താണ് ഡ്രാഗൺ എന്ന് പറയുന്നു. ഓക്കെ, അതങ്ങനെ കേട്ടോ. ഡ്രാഗൺ സീരിയസ് എന്ന് പറയാം. ഓക്കെ, ഇതൊക്കെ ഒരു ലെയർ ലൈക്ക് പെൻ ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പം ഡ്രാഗൺ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഡ്രാഗൺ സീരീസ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സും, അതായത് നമുക്ക് പ്രധാനമായിട്ട് ബേസിക്സ് വേണ്ടത് ഒന്ന് മാത്തമാറ്റിക്സ് ആണല്ലോ. മാത്തമാറ്റിക്സ്, അതേപോലെ ഇംഗ്ലീഷ്, ഹിന്ദി, അതേപോലെ മലയാളം, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തോന്നിയും ബേസിക്സ് ആവശ്യമായിട്ട് വരിക അല്ലെ. ബേസിക് ക്ലാസ് നമുക്ക് ഇത്രയായിരിക്കും ആവശ്യമായിട്ട് വരിക. ഇത് വെച്ചിട്ട് അഥവാ ഈ മാത്തമാറ്റിക്സിന്റെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അതായത് ബ്രിഡ്ജ് കോഴ്സ് ഒക്കെ പോലെ നമ്മൾ ജസ്റ്റ് പേരൊന്ന് ചേഞ്ച് ചെയ്ത് അതാണ് DS അഥവാ ഡ്രാഗൺ സീരീസ് എന്നാണ്. അതാണ് നിങ്ങൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. നമ്മൾ 15-ാം തീയതി ലൈവിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഞാനിപ്പം എന്റെ കർത്തവ്യത്തിൽ കിടക്കാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് ഭിന്നസംഖ്യ ഫ്രാക്ഷൻ എങ്ങനെ ആഡിങ് ചെയ്യാം അഥവാ ആഡ് ചെയ്യാം അഥവാ കൂട്ടുക എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഭിന്നസംഖ്യ എഴുതുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക, അത് ആദ്യം എനിക്ക് പറഞ്ഞു തരാം. ഭിന്നസംഖ്യ നമ്മൾ ഹൗ ടു റൈറ്റ് ഭിന്നസംഖ്യ അല്ലെ ഫ്രാക്ഷൻ. അതായത് നമ്മൾ എഴുതുക, നമ്മൾ സാധാരണ സംഖ്യ എഴുതുക എങ്ങനെയല്ലേ എഴുതുക? റൗണ്ട് ഒന്നും ഇടാത്തതാണ്. ഇതിപ്പോ 1 അഥവാ 32 അഥവാ 3211 ഇങ്ങനെയൊക്കെ അല്ലേ നമ്മൾ സംഖ്യ എഴുതുക. പക്ഷെങ്കിൽ ഭിന്നസംഖ്യ എഴുതുമ്പം അടിയിൽ ഇങ്ങനെയുള്ള ഒരു വര നിർബന്ധ ഭിന്നസംഖ്യ. ഞാനിപ്പോ ഇവിടെ എഴുതാണ്. അതാ ഇത് നിന്നാ വായിക്കുക. ഇത് 1/2 എന്നാണ് പറയാം. ഇതിനെയാണടാ എന്തെന്ന് പറയാ? ഇതിനെയാണ് അംശം എന്ന് പറയും. അംശം അഥവാ ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് പറയും കേട്ടോ. അംശം എന്ന് പറയും. ഇത് റെഡി ആണെന്ന് തോന്നുന്നു. അംശം, ഇതിനെ ഛേദം എന്ന് പറയും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. ഓക്കെ, അംശം ഛേദം ഒക്കെ എഴുതി പോലെ ഛേദം എന്ന് പറയും. ഓക്കെ, അംശവും ഛേദവുമാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്താ ഫ്രീ ക്ലാസ്? ഓക്കെ 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 ആൻഡ് വേറൊരു റെക്കോർഡ് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചായിരുന്നു. ഓക്കെ, അപ്പം അതിനുശേഷം എന്ത് ചെയ്യാൻ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു തന്നു അംശവും ഛേദവും എന്താണെന്ന് പറഞ്ഞു തന്നു. പക്ഷെങ്കിൽ നമ്മൾ ഈ 1/2 നേരെ തിരിക്കുക. അതായത് രണ്ടടിയിലാണെങ്കിൽ രണ്ടിന് നേരെ മുകളിലേക്കും ഒന്നിന് നേരെ താഴത്തേക്ക് വെക്കുക. അതായത് രണ്ടിന് മുകളിലേക്കും ഒന്നിന് നേരെ താഴത്തേക്ക് വെക്കുകയാണ്. അതിന് എന്ത് പറയുന്നറിയും? റെസിപ്രോക്കൽ എന്ന് പറയും അഥവാ വ്യുൽക്രമം. അത് 7ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ ആയിട്ട് കേട്ടോ. വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ വ്യുൽക്രമം. ഓക്കെ, വിൽക്രമം എന്ന് പറയും. ഓക്കെ, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കാണ്. ഞാനിപ്പോ രണ്ട് സംഖ്യ ഞാൻ എഴുതാം. 2/1 പ്ലസ് 3/1. ഇത് നമ്മൾ എങ്ങനെ കൂട്ടും? ചിലപ്പോൾ കിളി പോകേണ്ട ഒരു ആവശ്യമില്ല. യൂണിഫൈനിങ് കൂടെയുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ഈ ഒരു സംഖ്യയിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഡിനോമിനേറ്റർ അഥവാ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഛേദം ഒരുപോലെയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഛേദം ഇവിടെ ഒക്കെ എത്രയുണ്ട്? ഇവിടെയും ഛേദം രണ്ടിലും സെയിം ആണ്. ഛേദം രണ്ടിലും സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം? ആ ഛേദം തന്നെ ഇവിടേക്ക് എടുത്ത് ഛേദം ആ ഒന്ന് തന്നെ ഇവിടേക്ക് എടുത്തില്ല. ശേഷം മോൾ ബൈ ഉണ്ടല്ലോ, ആഡ് ആണ് ചെയ്യേണ്ടത്. ഛേദം ഒരുപോലെയാണ് അഥവാ ഡിനോമിനേറ്റർ സെയിം ആണ്. ആ ഡിനോമിനേറ്റർ അവിടേക്ക് എടുത്ത് ഇത്ര ഓക്കെ അല്ലേ? പിന്നെ മുകളിലുള്ള അതായത് ടോപ്പിലുള്ള 2-3 വ്യത്യസ്ത സംഖ്യകളാണല്ലോ, അതിന് രണ്ട് കൂട്ടി നോക്കുക. അതായത് 2-3 കൂട്ടി എത്ര കിട്ടൂടാ? 5. അപ്പം ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് കണക്ക്. ഇതാണ് 5/1 ആയിട്ട് കണക്ക്. ഓക്കെ, ഇത് കിട്ടിയില്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കാം. അതേ ടൈപ്പ് വേറൊന്നും കൂടി നോക്കാം. എന്നാലേ നമുക്ക് അത് കുറച്ചൊന്ന് സെറ്റ് ആക്കാൻ പറ്റും. ഞാനിവിടെ വേറെ 2/4 പ്ലസ് 3/4 ഇതെങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എങ്ങനെയാണ്? അതായത് ഇവിടെ നോക്കാം, ഡിനോമിനേറ്റർ സെയിം ആണോ? സെയിം ആണ്. അപ്പം എങ്ങനെയാണ്? ഛേദം 4 ആണ്. ആ ഛേദം ഇവിടേക്ക് എടുത്ത് 4 സെയിം ആണല്ലോ. ഇനി ബൈ മുകളിൽ നോക്കുക. മുകളിൽ ആരൊക്കെ ഉള്ളത്? രണ്ടും കാണുന്നില്ല. ഇവിടെ 2ഉം കാണുന്നുണ്ട്, 3ഉം കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ നമ്മുടെ എഴുതി വെക്കുക. 2 3 കൂട്ടിയാൽ എത്ര കിട്ടും?
2 3 കൂട്ടിയാൽ 5 അല്ലേ? സെയിം അല്ലേ? 2 3 കൂട്ടിയാൽ 5 അല്ലേ വരിക? അപ്പം 4 അല്ലെങ്കിൽ 5/4 5. ഇത്രയും ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? യെസ് എന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹോംവർക്ക്, ചെറിയൊരു ഹോംവർക്ക് തരാൻ പോവാണ്. HW ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്താൽ മതി കേട്ടോ. അതായത് 1/2 1/2 പ്ലസ് 3/1 ഇത് സോറി 3 ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഹോംവർക്ക് രൂപത്തിൽ അല്ലെ ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ഒന്ന് എഴുതാൻ പറ്റുമോ എന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കുക അല്ലെ. എഴുതാൻ കഴിയും എനിക്ക് ഉറപ്പാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇനി നിങ്ങൾ ചോദിക്കും, അല്ല സാറേ ഈ ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ അഥവാ ഛേദം ഒരുപോലെ അല്ലെങ്കിലോ? ഛേദം ഒരുപോലെ അല്ലേ എന്താ സിമ്പിൾ. ഛേദം ഒരുപോലെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന അറിയോ? ഞാനൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇതാണ് 2/1 പ്ലസ് 3/2 ഇങ്ങനെയാണെങ്കിൽ ഇച്ചിരി ടഫാണ്, പക്ഷെങ്കിൽ സിമ്പിളുമാണ്. എങ്ങനെ ചെയ്യാം? നമ്മൾ ഇങ്ങനത്തെ അതായത് ആഡിങ് സബ്ട്രാക്ഷൻ, കൂട്ടുക കുറയ്ക്കാൻ നമ്മൾ കൈ എപ്പോഴും ഇങ്ങനെ, കൂട്ടുകയും കുറയ്ക്കാൻ നമ്മൾ കൈ എപ്പോഴും ഇങ്ങനെ വേണ്ട. അതായത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ ഒരു സംഖ്യ ഉണ്ട്. ഇവിടെ ഞാനിപ്പോ 2 കൊടുക്കുന്നില്ല, 2 ഇവിടെയുള്ള ഈ ടോപ്പിലുള്ള ആടെ ഞാൻ കൊടുക്കുന്ന സംഖ്യ 2 ആണ്. അതാണ് എന്റെ ഇവിടെ ആയിട്ടാണ് 2 ഉള്ളത്. ആൻഡ് ഇവിടെ ആയിട്ടാണ് അടുത്ത 2, ഇവിടെ ആയിട്ടാണ് അടുത്ത 2. ഇനി അടുത്ത് നോക്കാം 3ഉം 1ഉം സെയിം അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നേരെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ ചെയ്യാം. ആദ്യം ഇങ്ങനെ വേണേൽ ചെയ്യാം, അല്ലെ ഇങ്ങനെ ചെയ്യാം, എങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ചെയ്യുന്നത് 1 × 3 എത്ര എഴുതും നോക്കാം. ഞാൻ ഇവിടെ ചെറുതാക്കി എഴുതാണ്, സ്ഥലം കുറവാണ്. ഞാൻ ഇവിടെ എഴുതാണ് ഈക്വൽ ടു 1 × 3 ഞാൻ ബ്രാക്കറ്റ് ഇട്ടു. 1 × 3 ഞാൻ ബ്രാക്കറ്റ് ഇട്ടേ. അടുത്ത് ചെയ്യാനുള്ള എന്താ? രണ്ടാമത്തെ സംഖ്യ ഏതാ? നെക്സ്റ്റ് ഏതാ? അടുത്ത. അപ്പം ഇത് നമ്മൾ ചെയ്തു, 1 × 3 ചെയ്തു. ഇനി നേരെ തിരിച്ച് ഏതാ? 2 × 2. അപ്പൊ ഇവിടെ എന്തോ ഒരു സിമ്പിൾ ആണല്ലോ. നമുക്ക് ഏതാ സിമ്പിൾ ഇവിടെ തന്നിട്ടുള്ളത്? കൂട്ടാനല്ലേ? ആ കൂട്ടാനുള്ള സിമ്പിൾ അല്ലേ നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി അപ്പുറത്ത് 2 സെയിം അല്ലേ? റെഡി അല്ലേ? എത്ര റെഡി അല്ലേ? 2 × 2 വന്നത്തോളം റെഡി ആണെന്ന് ഞാൻ കരുതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഇട്ടു, 2 × 2 വരെ ഇട്ടു. ശേഷം അടിയിൽ വലിയൊരു ബൈ ഇടുക, അവസാനം വന്ന സംഖ്യകളെ തമ്മിൽ കൂട്ടുക. 1 × 2 ചെയ്ത ആൻസർ ആയി. അതൊന്ന് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആയി. 1 × 2 ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ഞാൻ ഇവിടെ ചെയ്യാണ് 1 × 2 ഞാൻ ചെയ്യാൻ പോവാണ്. 1 × 2 1 × 2 തന്നെ അല്ലേ? ആണ് സാർ. 1 × 2 ഇതൊന്ന് നമ്മളൊന്ന് സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് കിട്ടും ആൻസർ. അവിടെയാണ് നമുക്ക് ഇതൊക്കെ ബേസിക്സ് ആണ് അത്യാവശ്യം. അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ഒരു ഈക്വൽ ടു ഇട്ടിട്ട് കളർ ഞാൻ ക്രോസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈക്വൽ ടു ഇട്ടിട്ട് ഞാൻ ഇവിടെ എഴുതാണ് 1 ഉം 3ഉം 1 × 3 ഒന്നിന്റെ ഗുണന പട്ടികയിൽ മൂന്നാമത്തെ ആളാരാ? അല്ലെ 3ന്റെ ഗുണന പട്ടികയിൽ ഒന്നാമത്തെ ആളാരാ? ഓക്കെ, നടുവിലുള്ള പ്ലസ് ഇവിടെ ഇട്ട് കൊടുക്കും. 2 × 2 2ന്റെ ഗുണന പട്ടികയിലെ രണ്ടാമത്തെ ആളാരാ? 4 അല്ലേ? ബൈ 1ന്റെ ഗുണന പട്ടികയിലെ രണ്ടാമത്തെ ആൾ അതാണ് 1 × 2 നിങ്ങൾക്കറിയാം 2. ഇത്രയും കിട്ടിയല്ലോ. ഇനി ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇവിടെ അടിക്ക് ബൈ 2, ഈ 2/2 ഞാനിവിടെ നേരെ എടുത്തേരി, വിരോധം കാരണം 2/2 ആണ് ഇവിടെ എടുത്തേരി. ഇനി 3ഉം 4ഉം അതായത് 3ഉം 3ഉം കൂട്ടിയ 6 ആണ്. 6ലേക്ക് ഇതാണ് നമുക്ക് ഇതിനെ ഷോർട്ട് ആക്കാൻ പറ്റി, ഷോർട്ട് ആക്കാം. നമ്മുടെ പോയിന്റ്സ് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഡയറക്റ്റ് ഷോർട്ട് ആക്കാം. ഇതിനെ വേണമെങ്കിൽ ഏതോ ഹരിക്കാൻ പറ്റുമോ നോക്കുക. 2നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 2നെ 2 നല്ല പറ്റൂല, ഷോർട്ട് ആക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ വരിക. അപ്പൊ ഇതെങ്ങനെ ചെയ്തെന്ന് മനസ്സിലായാലും ഒന്നുകൂടി ഒന്ന് കൺഫേം നോക്കാൻ വേണ്ടി ഇവിടെ ആൻസർ നമുക്ക് എത്ര കിട്ടി? 7/2 എന്ന ആൻസർ കിട്ടി. അവിടെ എഴുതിയേക്കാണ് 7/2. കാണുന്നുണ്ടാവില്ല, ഇത് 7/2 ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ സർ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുത്താണ്. ഇതൊന്നും ഞാൻ ഇങ്ങനെയല്ല, ഒരുപാട് എക്സാമ്പിൾ വെച്ച് ഞാൻ പറയും. എവിടെ? നമ്മുടെ 15-ാം തീയതി ഉള്ള ഏതൊക്കെയുള്ള ലൈവിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അവിടേക്ക് വന്ന് കാണാം. ഞാൻ അതേപോലെ വേറൊരു ടൈപ്പ്, ഞാൻ ഇന്ന് ഈ ഒരു കൺസെപ്റ്റ് മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. അപ്പൊ നോക്കാം. അടുത്തത് 2/1 1 വേണ്ട, 2/3 പ്ലസ് 3/2. ഓക്കെ, ഇത് എങ്ങനെ സോൾവ് ചെയ്യും എന്നാണ് നമ്മൾ. ഇതുകൂടി കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യും കേട്ടോ. ഏകദേശം 9 മിനിറ്റോളമായി. ഡോണ്ട് വറി. അപ്പം ഇതെങ്ങനെ നമ്മൾ ആൻസർ ചെയ്യുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഛേദം ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നല്ല ഇതിന്റെ ടേബിൾ ഇളകിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇളകുന്നത്. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്റർ സെയിം അല്ലേ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം അല്ലേ നമ്മൾ കൈ എപ്പോഴും ഇങ്ങനെ വേണം, അല്ലയാ ഇങ്ങനെ വേണം, ഇവിടെ 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 ഇവിടെ. അപ്പൊ ഞാൻ ചെയ്യാണേ 3 × 3 ആദ്യം ചെയ്യാം. സ്റ്റെപ്പ് നമ്പർ 1 3 × 3. സ്റ്റെപ്പ് നമ്പർ 1 3 ഈസ് ഈക്വൽ ടു 3 × 3 ആദ്യം ഞാൻ ചെയ്തു. ഡൺ ആണല്ലോ. 3 × 3 ഞാൻ ഫസ്റ്റ് ചെയ്തേ, 3 × 3 രണ്ടാമത്തെ. അപ്പം ഇത് നമ്മൾ ചെയ്തു, ഡൺ ആയി. അടുത്തത് 2 × 2 അല്ലേ? 2 × 2
പ്ലസ് നടുവിലുള്ള ചിഹ്നം ഏതാണോ ഈ നടുവിലുള്ള ചിഹ്നം ഈ ചിഹ്നമാണ് നമ്മൾ എവിടെ ഇടേണ്ടത് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അതായത് ഇവിടെ ഇടുന്ന ചിഹ്നം ഇവിടെ ഏത് ചിഹ്നമാണോ ആ ചിഹ്നമാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ കൂട്ടണതിന്റെ സ്ഥാനത്ത് ഗുണിക്കണമാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം ഗുണിക്കണം. പക്ഷെ ഗുണിക്കുന്നതിന് ഇങ്ങനെ ബോക്സ് വെച്ച് ചെയ്യേണ്ട, ഡയറക്റ്റ് ഗുണിച്ചാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞു തരുന്നത് ആ ഒരു ലൈവ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്തത് നോക്കാം നമുക്ക്. ഇനി ഇവർ തമ്മിൽ ഗുണിക്കാം. ഇവിടെ ഇതാണ് നടുവുള്ള പ്ലസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 into 2 അത് ഇവിടെ എന്നിട്ട് വലിയൊരു ബൈ. അറിയാലോ, ഇത്രയൊക്കെ അറിയാലോ. ഓക്കെ, ശേഷം തൊട്ടപ്പുറത്തേക്ക് വരിക. ഇവിടെ 3 into 2 അതുകൂടി ചെയ്ത് നമുക്ക് ആൻസർ 3 into ഇതും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അവിടെ നമ്മുടെ മാത്തമാറ്റിക്സിലെ ബേസ് കുറച്ചുകൂടി സ്ട്രോങ് ആവുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ഹോംവർക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. ഓക്കെ, ഞാൻ ഇനി ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഈസ് ഈക്വൽ ടു 3 into 3 3ന്റെ ഗുണന പട്ടികയിലെ മൂന്നാമത്തെ ആളാരാ 9 അല്ലേ, 9 പ്ലസ് 2ന്റെ ഗുണന പട്ടികയിലെ രണ്ടാമത്തെ ആളാരാ 4 അല്ലേ, ബൈ 3ന്റെ ഗുണന പട്ടികയിൽ രണ്ടാമത്തെ ആള് 6 സാർ. കൂട്ടി വെക്കാം. അടിയിൽ ബൈ, ഈ ബൈ ഞാൻ ഇവിടെ അടിയിലുള്ള 6. ഇനി 9 4 കൂട്ടിയാൽ എത്ര കിട്ടും? 9 4 കൂട്ടിയാൽ ഞാൻ പറയുന്നു 13 ആണ്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് എണ്ണി നോക്കാം, അല്ലെ മനക്കണക്കാണ് എന്ത് ചെയ്ത് നോക്കാം. 9 10 11 12 13 അല്ലെ, എത്ര കിട്ടിയത്? 13 ആണ് കിട്ടിയത്. ഇതിനെ ഷോർട്ട് ആക്കാൻ പറ്റിയ എനിക്ക് ഷോർട്ട് ആക്കാം. അതായത് 3 6 9 12 ഇല്ല, ഷോർട്ട് ആക്കാൻ പറ്റില്ല. 4 8 12 ഇല്ല, നടക്കൂല, ഷോർട്ട് ആക്കാൻ നടക്കൂല കേട്ടോ. അപ്പം ഫൈനൽ ലൈൻസ് ഈ ഒരു ആൻസർ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഇനി ഷോർട്ട് ആക്കാൻ പറ്റിയ നിങ്ങൾക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ ചെയ്യാം. അപ്പം ഈ ഒരു ക്വസ്റ്റൻ എങ്ങനെയാണ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ കരുതാണ്. ഈ ഒരു ക്ലാസിന്റെ നോട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സിന്റെ നോട്ട് വലിയ നിർബന്ധം കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് ഞാൻ നോട്ട് സെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ പിന്നെ ഇപ്പം ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇതേ ടൈപ്പ് വേറൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ഹോംവർക്ക് തന്നിട്ട് ഞാൻ ഇവിടെ ഈ ഒരു ക്ലാസ് ഞാൻ എന്ത് ചെയ്യണം, ഏകദേശം 12 മിനിറ്റോളം ആയിട്ടുണ്ട്. ഡോൺ വഴി, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തും ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ഇതാണ് 13 വലിയ സംഖ്യ നമുക്ക് എത്താനില്ല. 6/3 കൂട്ടണം 2/2 ഇതൊന്ന് നിങ്ങളൊന്ന് ഹോംവർക്ക് രൂപത്തിൽ ഒന്ന് ചെയ്യാം. ഒന്ന് ഹോംവർക്ക് ഒരു HW കേട്ടോ, ഇതൊന്ന് ഹോംവർക്ക് ആണ്. നിങ്ങൾക്ക് ഹോംവർക്ക് ഒന്ന് HW ചെയ്ത് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ കരുതാണ്. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ നമുക്ക് ഇതേപോലെ മാത്തമാറ്റിക്സിന്റെ കിഡ്ലൻ റിക്വസ്റ്റ് ആയിട്ടുള്ള വീഡിയോ വരാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. നമ്മുടെ 15-ാം തീയതിയുള്ള ലൈവ് ഡ്രാഗൺ സീരീസ് നമ്മൾ അന്ന് ലോഞ്ച് ചെയ്യും. എല്ലാ കാര്യവും നമ്മൾ പഠിച്ചിട്ടേ നമ്മൾ പോകും. അപ്പം എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.